എന്താണ് കെമിക്കൽ പീലിംഗ്? നമുക്ക് കെമിക്കൽ പീലിംഗ് വീട്ടിൽ ചെയ്യാൻ പറ്റുമോ? കെമിക്കൽ പീലിംഗ് ചെയ്താൽ നമുക്ക് പിമ്പിൾസ് ഉണ്ടാവുമോ? ഡാർക്ക് സ്പോട്ട്സ് പോവുമോ? അപ്പോൾ കെമിക്കൽ പീലിംഗ് ചെയ്യാനായിട്ട് ഏത് പ്രോഡക്റ്റാണ് നല്ലത്? വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ കെമിക്കൽ പീലിംഗ് ചെയ്യാം? ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം കെമിക്കൽ പീലിംഗ് എന്താണ്, കെമിക്കൽ പീലിംഗ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമോ, കെമിക്കൽ പീലിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പം പിൽഗ്രിമിൻ്റെ AHA-BHA സൊല്യൂഷനാണ്. പിൽഗ്രിമിൻ്റെ പീലിംഗ് സൊല്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത്. പീലിംഗ് അതായത് കെമിക്കൽ പീലിംഗ് നമ്മൾ പാർലറിൽ പോയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈസി ആയിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതിന് ഞാൻ എടുത്തേക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ പിൽഗ്രിമിൻ്റെ പ്രോഡക്റ്റാണ്. ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ആമസോണല്ല, പർപ്പിളിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ വാങ്ങിയത് പർപ്പിളിൽ നിന്നാണ് വാങ്ങിയത്. എനിക്ക് ഓഫറിലാണ് ഇത് കിട്ടിയത്. എനിക്ക് തോന്നുന്നത് എനിക്ക് 400 ആ ഒരു റേഞ്ചിനാണ് കിട്ടിയത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് പിൽഗ്രിമിൻ്റെ സൈറ്റിൽ 500 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നൈക്കയിലും പർപ്പിളിലും പിന്നെ ഒരു സൈറ്റിലൂടെ 400 റേഞ്ചാണ് വരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ 400 റേഞ്ചിന് വാങ്ങണേക്കാട്ടിലും നല്ലത് ഓഫ് വരുമ്പോൾ വാങ്ങണമായിരിക്കും കൂടുതൽ നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും റേറ്റ് കൊടുക്കണ്ട. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്, പിൽഗ്രിമിൻ്റെ പ്രോഡക്റ്റ്. ഇങ്ങനെ ഒരു പാക്കേജിലാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പം 25% AHA, 2% BHA, 5% PHA പീലിംഗ് സൊല്യൂഷനാണ്. അപ്പോൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് പറയുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ 20 കെമിക്കൽസിൽ നിന്നും ഇത് ഫ്രീ ആണെന്നാണ് പറയുന്നത്. അതെനിക്ക് മനസ്സിലായില്ല സംഭവം. ഇത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് കുറേ കോസ്മെറ്റിക്സിൽ, ബ്യൂട്ടി പ്രോഡക്ട്സിൽ 20 കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ 20 കെമിക്കൽസ് ഇതിൽ യൂസ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പാരബിൻസ് ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ്. അപ്പോൾ ഇത് നമുക്ക് 24 മാസം യൂസ് ചെയ്യാമെന്നാണ്. 2 വർഷം ഇത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ വാങ്ങി വെച്ചാൽ. അതൊരു നല്ല കാര്യമാണ്, കാരണം ഇത് പെട്ടെന്ന് തീരില്ല. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യാൻ പറ്റും. അതും നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. ഈ പീലിംഗ് സൊല്യൂഷനിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ 25% AHA, 5% BHA, 2% PHA ആണ് വരുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്. ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുമ്പം AHA ആണ്, സാലിസിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ BHA ആണ്, ലാക്റ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ PHA ആണ്. അപ്പോൾ ഈ മൂന്നുമാണ് വരുന്നത്. അതുകൂടാതെ ഇതിൻ്റെ കൂടെ ഹൈലറോണിക് ആസിഡും അലോവേറയും വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പീലിംഗ് സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ, പീലിംഗ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ പോഴ്സിൽ ഇറങ്ങി ആ പോഴ്സിൻ്റെ ലെയറിലുള്ള ഡേർട്സ് റിമൂവ് ചെയ്യും. ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ് ഇതെല്ലാം റിമൂവ് ചെയ്യും. ഇതെന്ന് പറയുമ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് നമുക്ക് ആ ഒരു അപ്ലൈ ചെയ്ത് 10 മിനിറ്റിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇതിന് കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിൽ നാച്ചുറലായിട്ട് ഈ ഒരു പ്രോസസ്സ് നടക്കും. പക്ഷെ അത് ഭയങ്കര ലാഗായിട്ടാണ് നടക്കുന്നത്, ഭയങ്കര സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സ് ഈ നമ്മൾ കെമിക്കൽ പീലിംഗ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു പ്രോസസ്സ് നടക്കും. അതുകൊണ്ടാണ് ഇതിനെ കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ AHA, BHA, PHA ഈ മൂന്നും, അതായത് ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഈ മൂന്നും കൂടെ ഒരുമിച്ച് വരണ കാരണം നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡെഡ് സ്കിൻസ്, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ എല്ലാം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പിൽഗ്രിമിൽ പറയുന്നത് കെമിക്കൽ പീലിംഗ് കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ വരുന്നത് AHA ആണ്. AHA എന്ന് പറയുമ്പം ഗ്ലൈക്കോളിക് ആസിഡാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ തന്നെ പോഴ്സിൽ നിന്ന് ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും റിമൂവ് ചെയ്യാനായിട്ടാണ് ഈ ഗ്ലൈക്കോളിക് ആസിഡ് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത് വരുന്നത് സാലിസിലിക് ആസിഡാണ്, BHA ആണ് വരുന്നത്. അപ്പോൾ ഈ BHA എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പെനട്രേറ്റ് ചെയ്ത് അതിലുള്ള ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും എല്ലാം റിമൂവ് ചെയ്യും. ഇത് പെനട്രേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്.
അടുത്ത മൂന്നാമത് വരുന്നത് ലാക്റ്റിക് ആസിഡാണ്, PHA. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറയുമ്പം സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് നൽകും, അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ നൽകും, സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യും. ഇതാണ് നമ്മുടെ ലാക്റ്റിക് ആസിഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, പാരബീൻസ് ഇല്ല, ക്രുവൽറ്റി ഫ്രീ ആണ്. പിന്നെ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുമ്പം 24 മന്ത് ആണ്, 2 വർഷമാണ് ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുമ്പോൾ. അപ്പോൾ പിൽഗ്രിം സൈറ്റിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 645 രൂപയാണ്. അടുത്ത് നൈക്കയിൽ എന്ന് പറയുമ്പം 484 രൂപയാണ് നൈക്കയിൽ. മിട്ടണിലും നൈക്കയിലും ഒരേ റേറ്റാണ്. ടിറയിൽ വരുമ്പം 400 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ഞാനിത് വാങ്ങിയത് പർപ്പിളിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് ഓഫറിലാണ് കിട്ടിയത്. ആ സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഓഫറിലാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോഴും ഓഫറിൽ വാങ്ങണമായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതാണ് ആ പാക്കിങ്. നമ്മൾ മറ്റ് ഓരോ വീഡിയോയിൽ കാണുന്ന പോലെ ASMR. ഈ ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ അപ്പോൾ ഈ ബോട്ടിൽ 30 ml ബോട്ടിലാണ്. ഈ 30 ml ബോട്ടിന് 448 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ സൊല്യൂഷൻ എന്ന് പറയുമ്പം ഒരു പിങ്ക് കളറാണ് ഇതിൻ്റെ സൊല്യൂഷൻ്റെ കളർ വരുന്നത്. പിന്നെ ഒരു എന്താ പറയുക, ഒരു ജെൽ ടൈപ്പാണ് ഈ ഒരു സൊല്യൂഷൻ വരുന്നത്, ഒരു നല്ലൊരു ജെൽ പോലത്തെ ടൈപ്പ്. ഇതാണ് പാക്കേജിങ് ഒക്കെ അടിപൊളിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല പാക്കേജിങ് ആണ്. പിന്നെ ഷെൽഫ് ലൈഫും 2 വർഷമുണ്ട്. അപ്പോൾ ഇനി എൻ്റെ എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്കൊരു 3-4 യൂസായി. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം എൻ്റെത് ഓയിലി സ്കിന്നാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് നൈറ്റ് ടൈമിലേ യൂസ് ചെയ്യാവൂ. അതേപോലെ തന്നെ അടുത്ത ദിവസം നമ്മൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റാണ്. കാരണം ഇതിൽ ഒരുപാട് കെമിക്കൽ പീലിംഗ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സാലിസിലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഇതെല്ലാം കൂടെ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസം ഉറപ്പായിട്ട് ഇപ്പോൾ രാവിലെ ആയാൽ പോലും സൺസ്ക്രീൻ ഇടണ്ടെന്ന് വെച്ച് ഇറങ്ങരുത്. അത് രാവിലെ ആയാൽ പോലും സൺസ്ക്രീൻ ഇടണം, മസ്റ്റാണ്. ഇല്ലെങ്കിൽ നമുക്കത് റിവേഴ്സ് ആകും. നമുക്ക് നല്ലൊരു സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവുകയല്ല ചെയ്യണം, അതിനേക്കാളും മോശമായിട്ടായിരിക്കും സ്കിന്നാവുന്നത്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് നല്ല ഡ്രൈ ആക്കണം. നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യണം. ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കണം. നല്ല ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യൂ. ഫസ്റ്റ് യൂസ് ചെയ്യണതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യണം. ഈ സൊല്യൂഷൻ എടുക്കുക. സൊല്യൂഷൻ എടുത്തിട്ട് ഈ കഴുത്തിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രോപ്പ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് നോക്കുക. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി നോക്കുക. നോക്കിയതിന് ശേഷം വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ടത് ഒരു 3 to 4 ഡ്രോപ്സ് മാത്രം മതി. ഫേസിൽ അപ്ലൈ ചെയ്ത് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് വയ്ക്കുക. കണ്ണിലൊന്നും ആവരുത്, കണ്ണിലാവാതെ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്യുക. നെക്കിലൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതി. 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഫേസ് വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം മോയ്സ്ചറൈസർ ഇടുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി അടുത്ത എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്തപ്പം എനിക്ക് ടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ടാൻ ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് എനിക്ക് തോന്നി. എനിക്ക് ഈ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ബ്രൈറ്റ്നെസ്സാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലാതെ അടുത്ത ആഴ്ച യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അടുത്ത ആഴ്ചയാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പം അന്നും എനിക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ എനിക്ക് പറയാനുള്ളത് 18 വയസ്സിന് താഴെ ഉള്ളവർ യൂസ് ചെയ്യേണ്ട, ഒരു 21 വയസ്സിന് താഴെയുള്ളവർ യൂസ് ചെയ്യേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് 21 ഏജിൻ്റെ താഴെയുള്ളവർ അത് യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയത് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയി, നല്ല സപ്പിളായ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യാനായിട്ട് പോവാണ്.
ഫസ്റ്റ് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. നമ്മൾ ഏത് ഫേസ് വാഷാണ് യൂസ് ചെയ്യണം അത് യൂസ് ചെയ്ത് ഫേസും നെക്കും നല്ലപോലെ വാഷ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ ഫേസ് ഡ്രൈ ആക്കണം. ഒരു ടവൽ യൂസ് ചെയ്ത് നല്ലപോലെ ഫേസും നെക്കും നല്ലപോലെ ഡ്രൈ ആക്കണം. ഡ്രൈ ആക്കാതെ നമ്മൾ ഈ സിറം യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫേസ് ഞാൻ നല്ലപോലെ ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഡ്രൈ ആക്കിയതിന് ശേഷം ഞാൻ പിൽഗ്രിമിൻ്റെ സൊല്യൂഷൻ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 3 ഡ്രോപ്സ് മാത്രം യൂസ് ചെയ്താൽ മതി. നമ്മളൊരു തുടക്കക്കാരല്ലേ, അപ്പോൾ 3 ഡ്രോപ്സ് യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ 4 ഡ്രോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എനിക്ക് 2-3 യൂസായി, ഒരു 4-5 യൂസായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 4 ഡ്രോപ്സ് യൂസ് ചെയ്ത് ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കണ്ണിൽ അപ്ലൈ ചെയ്യാതെ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ നെക്ക് ഏരിയയിൽ കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഇത് ഡെയിലി ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇത് കെമിക്കൽ പീലിംഗ് ആണ്. ഈ കെമിക്കൽ പീലിംഗ് നമുക്ക് സ്കിന്നിൽ നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സ് നമ്മൾ ഫാസ്റ്റ് ആക്കുകയാണ് ചെയ്യണം. അതുകൊണ്ട് നമ്മളിത് വീക്കിൽ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാവൂ. ആഴ്ചയിൽ ഒരേ ഒരു ദിവസം മാത്രമേ ചെയ്യാവൂ. ഇപ്പോൾ നമ്മൾ ഈ ആഴ്ച മൺഡേ ആണ് ചെയ്തതെങ്കിൽ അടുത്ത ദിവസം ആ മൺഡേ തന്നെ ചെയ്യണം. അങ്ങനെ മാത്രമേ ഇത് ചെയ്യാവൂ. അല്ലാതെ ഇന്ന് ചെയ്തു നാളെ വീണ്ടും ചെയ്യണം അങ്ങനെ ഒരിക്കലും ചെയ്യല്ല്. ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കെമിക്കൽ പീലിംഗ് നമ്മുടെ ഫേസിൽ ഒരു ലെയറാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ സ്ഥിരം ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഞാൻ ഫോണിൽ ടൈമർ സെറ്റ് ചെയ്യുകയാണ്. നമുക്കിത് 20 മിനിറ്റ്സ് മാത്രമേ ഫേസിൽ ഇടാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫോണിൽ 20 മിനിറ്റ്സ് ടൈമർ വെക്കുകയാണ്. കാരണം ടൈമർ വെച്ചിട്ട് പിന്നെ ഞാൻ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ റീൽസോ ഷോർട്സോ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനൊരു ടൈമർ വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഓർമ്മ ആണല്ലോ 20 മിനിറ്റ് ആയി എന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുകയാണ്. അങ്ങനെ എനിക്ക് ടൈം കഴിയാറായി, 20 മിനിറ്റ്സ് കഴിയാറായി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യാവൂ. അതിന് ശേഷം ഫേസ് വെള്ളം യൂസ് ചെയ്ത് കഴുകി കളയുക. കഴുകി കളഞ്ഞതിന് ശേഷം നമുക്കൊരു നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക. ഇത് ചെയ്തു എന്നും പറഞ്ഞ് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് മോയ്സ്ചറൈസർ ഇട്ടിട്ട് തന്നെ കിടക്കാം. പിന്നെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം നമ്മൾ നല്ലൊരു സൺസ്ക്രീൻ ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കണം. ഇപ്പം ഒരിടത്തും പോണില്ല വീട്ടിൽ തന്നെയാണ് ഇരിക്കണേന്നും പറഞ്ഞ് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യല്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇല്ലെങ്കിൽ നമുക്കതൊരു നെഗറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഇതുണ്ടാവുന്നത്. ഈ കെമിക്കൽ പീലിംഗ് നമുക്കത് ഭയങ്കര ദോഷമാവും ഇപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തില്ലെങ്കിൽ. അപ്പോൾ എനിക്കിവിടെ ടൈമായി. ഞാൻ എന്നിട്ട് ഇത് ഫേസ് വാഷ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കെമിക്കൽ പീലിങ്ങിനെ പറ്റി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ അതിന് റിപ്ലൈ തരാം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഈ പ്രോഡക്റ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. എൻ്റെത് ഓയിലി സ്കിന്നാണ്. നിങ്ങളിപ്പോൾ ഓയിലി സ്കിന്നാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. എനിക്ക് വേറെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. എനിക്കിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാമെന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഏത് സ്കിൻ ടൈപ്പ് ആയാലും നിങ്ങൾ യൂസ് ചെയ്യണതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എനിക്ക് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ടാണ് കിട്ടിയത്. കെമിക്കൽ പീലിംഗ് നമുക്ക് ഇൻസ്റ്റൻ്റ് ഒരു റിസൾട്ട് തരും. നല്ലൊരു സ്മൂത്തായി നല്ലൊരു മോയ്സ്ചറൈസിങ് ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ കെമിക്കൽ പീലിംഗ്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഞാൻ കമൻറ്റിൽ റിപ്ലൈ തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.